ജീസസ് നമുക്ക് മന്ന തരും. മന്ന എന്ന് വെച്ചാൽ എന്താ? ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ദാഹജലമില്ലാതെ ഭക്ഷണമില്ലാതെ നിലവിളിക്കുമ്പോൾ ദൈവം അവർക്ക് നൽകിയ സ്വർഗീയ ഭോജനമത്രേ മന്ന. വാട്ട് ഇസ് മന്ന? അവരത് കണ്ടപ്പോ ചോദിച്ചു മന്ന. അവരതിന് പേരിട്ടു മന്ന. മന്ന എന്ന് വെച്ചാൽ ഇതെന്താ? ഇത് ശ്രേഷ്ഠമായ ഭോജനം. പുഷ്ട ഭോജനം കഴിച്ച് മോദിച്ചു കൊള്ളുവിൻ എന്ന് തിരുവചനം ഓർപ്പിക്കുന്നു. ദൈവം തന്റെ മക്കൾക്ക് നൽകുന്ന സ്വർഗീയ ഭോജനമത്രേ മന്ന. That's divine food. That's the food of angels. സ്വർഗീയ ദൂതന്മാരുടെ ഭക്ഷണമത്രേ മന്ന. ദിവ്യമായ ഭക്ഷണം തന്ന് ദൈവം നമ്മെ തൃപ്തിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം, സങ്കടങ്ങൾ ഉണ്ടായിരിക്കാം. ഈ ലോകത്തിൽ ഓരോ മനുഷ്യനും നമ്മെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ ഉണ്ടായിരിക്കാം, ഒത്തിരി സാമ്പത്തിക ബ്ലെസ്സിങ്സ് ഉണ്ടായിരിക്കാം. പക്ഷെ ഈ ലോകത്തിലെ ഒന്നിനും തന്നെ പ്രിയ സഹോദര സഹോദരി നമ്മെ സമ്പൂർണമായും സന്തോഷിപ്പിക്കുവാനോ ആ ഒരു സേഷിയേഷൻ പോയിന്റിലേക്ക് കൊണ്ടുവരാനോ കഴിയത്തില്ല. ഓൺലി ജീസസ് ക്യാൻ ഡു ദാറ്റ്. ഈ ലോകത്തിലും മറ്റുള്ള എല്ലാ നന്മകൾക്കും നമുക്ക് നൽകുവാൻ കഴിയുന്ന സകല സൗഭാഗ്യത്തെക്കാളും എത്രയോ ഉന്നതമത്രേ heavenly bliss. Only Jesus can provide you with heavenly bliss. That is the real satisfaction in our life, because we are made in His own image to enjoy heavenly food. ഈ ലോകത്തിലുള്ള ഏതൊരു സന്തോഷങ്ങൾക്കും പരിമിതികളുണ്ട്. എന്നാൽ ജീസസ് നൽകുന്ന സന്തോഷത്തിനോ പരിമിതിയില്ല. അപരിമിതമായ സന്തോഷം. നമുക്കൊരു ഹെവൻലി വിസിറ്റേഷൻ ലഭിച്ചാലോ എത്ര സന്തോഷമാണെന്നറിയോ, എത്ര ആനന്ദമാണെന്നറിയോ. ജീസസിന്റെ ഒരു സ്പർശനത്തിനും മതി നമുക്ക് ആ ഒരു ഡിവൈൻ joy. Divine visitation can give you divine joy. The world can never satisfy us. The world can never meet all our needs. Only Jesus can do that, because He is the author and the finisher of our faith. Jesus is with you. He loves you. He loves to provide you with everything that's really superb. ഈ ലോകത്തിലെ സകല സൗഭാഗ്യങ്ങളെക്കാളും ഒത്തിരി ഉന്നതമായ, നമുക്ക് മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത്രയും, നമുക്ക് മനസ്സിൽ ചിന്തിച്ചാൽ ഒപ്പിയെടുക്കുവാൻ കഴിയാത്തത്രയും സന്തോഷം, ഡിവൈൻ ജോയ്. Only God can do that. Only a Heavenly Father can do that. ലോകത്തിലെ ഒരു മനുഷ്യനും ലോകത്തിലെ യാതൊരു സാധ്യതകൾക്കും നൽകുവാൻ കഴിയാത്ത heavenly joy God is going to provide you with heavenly joy. And even as you're hearing the word of God, God is providing you heavenly joy. You can receive it by faith. സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, ലോകത്തിലെ പല സൗഭാഗ്യങ്ങളും ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ലഭിച്ച അങ്ങയുടെ കുഞ്ഞുങ്ങൾ ഈ തിരുവചനം കേൾക്കുന്നുവല്ലോ ഈശപ്പ. എന്നാൽ ഈ സൗഭാഗ്യങ്ങൾക്ക് ഒന്നും തന്നെ നൽകുവാൻ കഴിയാത്തത്ര ഒരു ദിവ്യമായ സന്തോഷം, ഒരു ദിവ്യമായ അനുഭവം, that only you can do that, Lord. അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങ് ഇപ്പോൾ ദാനമായി നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദിവ്യമായ സന്തോഷത്താൽ അങ്ങയുടെ മക്കളുടെ ഉള്ളത്തെ അവിടുന്ന് നിറയ്ക്കുന്നതിനായി സ്തോത്രം. എല്ലാ ആവശ്യങ്ങൾക്കും ഉപരിയായി, അത്യാവശ്യങ്ങൾക്കും ഉപരിയായി something new is happening in your life. ഇതെന്താ ഒരു സന്തോഷമാ, ഇതെന്താ ഒരു ദിവ്യമായ അനുഭവമാ. ഇതുവരെ ഞാൻ ഇങ്ങനെ അനുഭവത്തെ കുറിച്ച് കേട്ടിട്ടില്ലല്ലോ, ഇങ്ങനെ അനുഭവം എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്ന ഒത്തിരി പേർ ഇപ്പോൾ ഈ വചനം കേൾക്കുന്നു. പ്രിയ സഹോദര സഹോദരി, you can hear a soft whispers of love. Jesus is touching you. One touch of Jesus, yes, He can provide you with
heavenly joy, and heavenly bliss. താങ്ക് യു ഹെവൻലി ഫാദർ. അങ്ങനെ ആനന്ദം കൊണ്ട് യേശുപ്പങ്ങളുടെ മക്കളുടെ ഹൃദയത്തെ അവിടുന്ന് സന്തോഷിപ്പിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Be blessed in your life, dear child of God. God bless you. Amen.